Eternal Wedding Collections by Chungat Jewelry. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? MV Chacko Gold and Diamonds അങ്കമാലി. ഹജ്ജ് യാത്രയ്ക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും സർക്കാർ ഒരുക്കിയിട്ടുണ്ടെന്നും പോരായ്മകളുണ്ടെങ്കിൽ ശ്രദ്ധയിൽപ്പെടുത്തിയാൽ പരിഹരിക്കാമെന്നും മന്ത്രി പി രാജീവ് കൊച്ചി വിമാനത്താവളത്തിലെ ഹജ്ജ് ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. പ്രസംഗത്തിലല്ല, പ്രവൃത്തിയിലൂടെയാണ് നമ്മൾ നിലപാടുകൾ വ്യക്തമാക്കേണ്ടത്. പിന്നെ ഇന്ത്യയിൽ ഒരിടത്തും ഒരു എയർപോർട്ടും നേരിട്ട് ഈ കാര്യങ്ങളിൽ ഇതിന്റെ ഭാഗമാകുന്നില്ല, ഒരിടത്തും ഭാഗമാകുന്നില്ല. നമ്മളിവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടി വന്നത് കോവിഡ് കാലത്താണ്. കോവിഡ് വന്നപ്പോൾ ഒറ്റ പോയിന്റായപ്പോൾ എല്ലാവരും കൊച്ചിയിലേക്ക് വന്നു. ഇതിലൊരു പ്രത്യേകത, കക്ഷി രാഷ്ട്രീയം നോക്കാതെ മറ്റ് പല സംഘടനകളും സമുദായത്തിനകത്ത് തന്നെ ഉണ്ടാകുമല്ലോ, അതൊന്നും നോക്കാതെ എല്ലാവരും ഒരേ മനസ്സോടുകൂടി പൂർണ്ണമായി നിന്നുകൊണ്ടാണ് അന്നും ആ കോവിഡ് കാലഘട്ടത്തിൽ ഇവിടുത്തെ മാത്രമല്ല, ലക്ഷദ്വീപ്, തമിഴ്നാട്ടിൻ്റെ കുറച്ച് പേരുണ്ടായിരുന്നു, കേരളത്തിൻ്റെ മൊത്തം നമ്മൾ ഏറ്റെടുക്കേണ്ടി വന്നു. ഒരു കുറവുമില്ലാതെ ആ ഘട്ടത്തിൽ നമുക്ക് ആ ചുമതല നിർവഹിക്കാൻ കഴിഞ്ഞു. ഇപ്പോഴും അതേപോലെ തന്നെയാണ്. നേരത്തെ തന്നെ ഹജ്ജ് ന്യൂനപക്ഷകാര്യ വകുപ്പ് മന്ത്രി ശ്രീ അബ്ദുൾ റഹ്മാൻ പങ്കെടുത്ത് ഇവിടെ പ്രത്യേകം യോഗം ചേർന്നു. തിരുവനന്തപുരത്ത് എല്ലാ 3 എംബാർക്കേഷൻ പോയിന്റുകളുമായി ബന്ധപ്പെട്ട ആലോചന യോഗം ചേർന്നു. നമ്മൾ ഇവിടെ തന്നെ പോകുന്നവരുടെ കൂടെ 40 ഉദ്യോഗസ്ഥരോട് നയിക്കുന്നു. എനിക്കോട് കേരളത്തിലാകെ 105 പേരെ നമ്മൾ അയക്കുന്നുണ്ട്, സർക്കാർ ഉദ്യോഗസ്ഥരെ. ഡിഗ്രി കഴിഞ്ഞ് ഹജ്ജോ കർമ്മമോ ഉംറയോ നിർവഹിച്ചിട്ടുള്ള ആളുകളെയാണ് നമ്മൾ പ്രത്യേകം തെരഞ്ഞെടുത്ത് അയക്കുന്നത്. ഒരു വിമാനത്തിൽ ഒരാൾ എന്ന മട്ടിലാണ്. ഹജ്ജ് കമ്മിറ്റി വളരെ സജീവമായി മുഹസിൻ MLA നേതൃത്വത്തിൽ സംഘാടക സമിതിയുണ്ട്, ചെയർമാൻ ഇവിടെ തന്നെയുണ്ട്. അതോടൊപ്പം തന്നെ അനസ് ഹാജി ഉണ്ട്, നമ്മുടെ ബഹുമാനരായ മറ്റ് ഹജ്ജ് കമ്മിറ്റി അംഗങ്ങളുണ്ട്. ഇവരെല്ലാം തന്നെ, മൂർഷ അദ്ദേഹം ഹജ്ജ് കമ്മിറ്റി അംഗമുണ്ട്, തൊടിയൂർ ഹാജി നമ്മുടെ പ്രിയപ്പെട്ട മുൻ ചെയർമാൻ, എല്ലാ പരിപാടികളിലും സജീവമായിട്ടുണ്ട്. ഇവരെല്ലാവരും ചേർന്ന് ഒന്നിച്ച്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ പാർട്ടിയിൽപ്പെട്ടവരും എല്ലാ സംഘടനകളിൽപ്പെട്ടവരും ഈ കാര്യത്തിൽ വളണ്ടിയർമാരായി. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ ഹുസൈൻ സഖാഫി ചുള്ളിക്കാട് അധ്യക്ഷത വഹിച്ചു. കേരളത്തിലെ 3ാമത്തെ ഹജ്ജ് എംബാർക്കേഷൻ ക്യാമ്പാണ് കൊച്ചിയിലേത്. 6000-ഓളം തീർത്ഥാടകരാണ് കൊച്ചി വിമാനത്താവളം വഴി ഈ വർഷം പോകുന്നത്. കേരളത്തിൽ നിന്നുള്ളവർക്ക് പുറമെ തമിഴ്നാട്ടിൽ നിന്നുള്ള 199 തീർത്ഥാടകരും ലക്ഷദ്വീപിൽ നിന്നുള്ള 111 പേരും കൊച്ചി വഴിയാണ് പോകുന്നത്. 15,993 യാത്രക്കാരും അതിൻ്റെ പുറമായി യാത്ര ചെയ്യുന്നു. കേരളത്തിൽ നിന്ന് യാത്ര ചെയ്യണം എന്ന പല ഹാജിമാർക്കും ഉണ്ടായ കാരണത്താൽ രാജ്യം പാകിസ്ഥാനുമായി ഒരു യുദ്ധം, ആത്മാർത്ഥതയോടെ ആവേശത്തോടെ നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ ഉണ്ടായേക്കാവുന്ന ഇന്റേണൽ എനിമീസിനെയും പാക്കളെയും ഒക്കെ നേരിട്ട് ഈ രാജ്യം മേരാ ഭാരത് മഹാൻ എന്ന് നമുക്കുന്നതാണെങ്കിലും എല്ലാ തരം ശത്രുക്കളിൽ നിന്നും അങ്കമാലിയുടെ ഹൃദയഭാഗത്ത് 100-ൽ-പരം പ്രമുഖ ബ്രാൻഡുകളുടെ ഏറ്റവും വലിയ ഫാമിലി ഇന്നർവെയർ ഷോറൂം സിവ ഇന്നർ വേൾഡ്, CVR ട്രേഡ് സെന്റർ, ബിഹൈൻഡ് ചുങ്കത് ജ്വല്ലറി, അങ്കമാലി.